സാധാരണഗതിയിൽ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഏറ്റവും ആവശ്യകതയുള്ള ഒരു കാര്യമാണ് അത് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള മുതൽ മുടക്ക്. എത്ര രൂപയാണ് നിങ്ങൾ ഒരു ബിസിനസിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ബജറ്റ് ചെയ്യുന്നത്? അതെങ്ങനെയാണ് നിങ്ങൾ സോഴ്സ് ചെയ്യുന്നത്? ഇങ്ങനെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ആ ബിസിനസ് തുടങ്ങാൻ സാധിക്കില്ല. കേരളത്തിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കേരളത്തിൽ ഏകദേശം 26,400 കമ്പനികൾ ഒരു 2 വർഷത്തിനിടയ്ക്ക് ക്ലോസ് ആയി പോയിട്ടുണ്ട്. ഈ കമ്പനികളിൽ പല ആൾക്കാർക്കും ബിസിനസ് ലോണുകളുള്ള ആൾക്കാർ തന്നെയാണ്. അവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാത്ത കമ്പനികളല്ല, ചെയ്തിട്ടുള്ള കമ്പനികളാണ്. കമ്പനി രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ടാണ് ഇവർ ക്ലോസ് ആയപ്പോൾ ലിസ്റ്റിൽ വന്നത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വെക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊക്കെ രീതിയിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കമ്പനികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും? എന്താണ് ഈ പ്രധാനമായിട്ട് ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു കമ്പനി ക്ലോസ് ആകുന്ന സമയത്ത്, അത് പുതിയ കമ്പനി ആയിക്കോട്ടെ പഴയ കമ്പനി ആയിക്കോട്ടെ, ബിക്കോസ് ഓഫ് n നമ്പർ ഓഫ് റീസൺസ് ഒരു കമ്പനി ക്ലോസ് ചെയ്യപ്പെടും. ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം അതിൻ്റെ ഫൗണ്ടർ അല്ലെ അതിൻ്റെ ഡയറക്ടേഴ്സ്, ഓണ്ടർപ്രണേഴ്സ് ഓൾ ടുഗദർ നമുക്ക് പറയാൻ സാധിക്കും. അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ സിറ്റുവേഷനെ സ്വയം കൺവിൻസ് ചെയ്യാനായിട്ട് എത്ര ശതമാനം തയ്യാറാകും. അതുകൂടാതെ പല ആൾക്കാർക്കും സ്വന്തം ഫാമിലിയിലുള്ള ആൾക്കാരോ ഫ്രണ്ട്സോ അവരുടെ ബാങ്കേഴ്സോ അവരെ കമ്പനി തുടങ്ങുന്ന സമയത്ത് സഹായിച്ചിരുന്ന ആൾക്കാർ ആരൊക്കെ ആയിക്കോട്ടെ, പല ഏജൻസികളും പല ആൾക്കാരും ഒരു കമ്പനി പുതുതായിട്ട് ഒരു ബ്രാൻഡ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനത്തെ ആൾക്കാർ ആരും തന്നെ ഇവരുടെ കൂടെ ഉണ്ടാകത്തില്ല. അപ്പം ഒന്ന്, നേരത്തെ സഹായിച്ച ഏജൻസികൾ ഇപ്പോൾ സർവീസ് തരാനായിട്ട് വിസമ്മതിക്കുന്നു. അവർ നിങ്ങളുടെ മേൽ റിസ്ക് എടുക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഇൻക്ലൂഡിങ് യുവർ സ്പോസ് ആയിട്ടുള്ള ആൾക്കാർ പോലും നിങ്ങളുടെ ബിസിനസ്സിൽ കോൺഫിഡൻസ് ഇല്ലാതെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പെടൽ ഫേസ്. ഈ ഒറ്റപ്പെടലിനെ എങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്യുന്നത്? ഈ ഓവർകം ചെയ്യാനായിട്ട് ആൾക്കാർ എന്താ സാധാരണ ചെയ്യുന്നത്? ബിസിനസ് ലോസ് ആകുന്ന സമയത്ത് അവർ കൂടുതൽ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ സെൽഫായിട്ടുള്ള റിക്കവറിക്ക് വേണ്ടി ശ്രമിക്കും. പല ആൾക്കാർക്കും കടം എടുത്തു കഴിഞ്ഞിട്ട് ഈ കടം തിരിച്ചടയ്ക്കുന്ന സമയത്താണ് എത്ര കണ്ടാണ് അതിന് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. നമ്മളൊരു ബാങ്കിൽ നിന്ന് ഒരു ഓഡി എടുക്കുന്ന സമയത്ത് ബാങ്ക് പറയുന്നത് നമ്മളോട് ഓഡിയുടെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറയാം. അപ്പോൾ നമ്മളത് ഇൻട്രസ്റ്റ് അടയ്ക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത്രയധികം വലിയൊരു എമൗണ്ട് നമ്മുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളൊരു ടേം ലോൺ ആണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് അപ്പോൾ തന്നെ ആ നമ്മളെടുത്തിരിക്കുന്ന ബേസിക്കായിട്ട് എടുത്തിരിക്കുന്ന മൂലധനത്തിനൊരു എമൗണ്ട് കൂടി അതിനോടൊപ്പം തന്നെ അടഞ്ഞു പോകും. അപ്പോൾ ഇതുകൊണ്ട് പല ടൈപ്പിലുള്ള ലോണുകൾ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെ ചെയ്യാൻ സാധിക്കാത്ത അവസരത്തിലാണ് ആ ബിസിനസ് ക്ലോസ് ആയി പോയി എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നു എന്ന് വരും. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു അവസരത്തിൽ പലപ്പോഴും ഞാൻ കാണാറുള്ളത്, ഓണ്ടർപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പലപ്പോഴും വളരെ എലോണാണ്. അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഏജൻസികൾ കുറവാണ്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. പല കേസിലും ആൾക്കാർക്ക് ബിസിനസ് ക്ലോസ് ഡൗൺ ചെയ്യുകയും പല ആൾക്കാരും തിരിച്ച് ജോലിയിലേക്ക് കയറുകയും ചില ആൾക്കാർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് തന്നെ നിർത്തി എനിക്കിനി ജീവിതത്തിൽ ബിസിനസ് വേണ്ടാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. വളരെ ചുരുക്കം ചില ആൾക്കാർ എല്ലാം തന്നെ അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിക്കും. അപ്പം ഇങ്ങനെ വരുന്ന ആൾക്കാരെ എങ്ങനെ നമുക്ക് തിരിച്ച് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? അല്ലാന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് നമ്മളുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ വരുന്ന കമ്പനികളെ റിക്കവർ ചെയ്യാനായിട്ട് രജിസ്റ്റർ ഓഫ് കമ്പനീസിനടക്കം പോളിസികളുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പോളിസികളുണ്ട്. അപ്പം ഏതെങ്കിലും രീതിയിൽ റിവൈവ് ചെയ്യാനായിട്ട് സാധിക്കൂ. റിവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾക്കിപ്പോൾ സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് ഒരു രോഗം ബാധിക്കുന്ന സമയത്ത് രോഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്ന ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്നു. സർട്ടൺ ടൈമിൽ അയാൾക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും കൊടുത്തു കഴിയുമ്പോൾ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇതുതന്നെയാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചുള്ളത്. ബിസിനസ്സുകൾ എപ്പോഴും നമ്മൾക്ക് ലാഭമാകാം നഷ്ടമാകും.
നഷ്ടമാകുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഒരു റിവബിൾ പാക്കേജ് അപ്ലൈ ചെയ്യാനായിട്ട് ഈവൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും ആ സമയത്ത് ഗ്രീൻ സിഗ്നൽ തരും. ഇതിനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ? അപ്പം നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ പലരും അവർക്കറിയാവുന്ന ഒത്തിരിയും പേരുണ്ടായിരിക്കാം ചിലപ്പോൾ ഇതുപോലെ സാഹചര്യത്തിൽ പെട്ടുപോയ ആൾക്കാർ. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് എങ്ങനെ തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ളത് ചെറിയ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ഇ പി രജികുമാർ. ഞാനൊരു സെക്യൂരിറ്റി റിവബിൾ കൺസൾട്ടൻ്റ് ആണ്, ഇൻഡസ്ട്രിയൽ കൺസൾട്ടൻ്റ് ആണ്.